friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ പറയാം, അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. വെളുത്തുള്ളിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇതിലേക്കൊരു 3/4 കപ്പോളം അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തന്നെയാണല്ലോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതുപോലെ ഒരു 4 ഉണ്ട വെളുത്തുള്ളിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മുഴുവനോട് കൂടി തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലത്തെ മെയിനായിട്ടുള്ള കഷ്ണം എന്ന് പറയുന്നത് വെളുത്തുള്ളി തന്നെയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കറി കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, എന്നാലും ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വഴന്നു വന്ന വെളുത്തുള്ളിയിലേക്ക് ഈ മുറിച്ചെടുത്ത ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴച്ചെടുക്കണം. വെളുത്തുള്ളി ക്രിസ്പി ആയിട്ടൊന്നും വരരുത്, പക്ഷേ കുക്കായിട്ട് നന്നായിട്ട് വഴന്നു വരണം. നമ്മൾ വെളുത്തുള്ളി അച്ചാറൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിത് വഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൂട്ടിയെ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയിലേക്കും ചെറിയുള്ളിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴന്ന് വരട്ടെ. ചെറിയുള്ളിക്കൊരു എന്താ പറയുക, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പം തന്നെയായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വാളൻപുളി അല്ലെങ്കിൽ കോൽപ്പുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കാം. അതിനുശേഷം പിന്നെ കുതിർന്ന് വരുമ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് ആ ഒരു പൾപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു കറി എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത് ചെന്നൈയിൽ താമസിച്ചിരുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെന്ത് വരണം വെളുത്തുള്ളി, പക്ഷേ ഒരുപാട് ക്രിസ്പി ആയിട്ടൊന്നും വരാൻ പാടില്ല. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടിപ്പോണ്ട, ഒരുപാട് മല്ലിപ്പൊടി ആയാലൊന്നും അത്രയ്ക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഒരുപാട് വേണ്ട കുരുമുളക് പൊടിയും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3-4 ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ചാലും കേടാകാതെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ച് ദിവസം, അതായത് ഒരാഴ്ചയൊക്കെ വരെ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ല കറി തന്നെയാണ്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. ഇത് മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അളവിലായി പോയാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല.
ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശ, ഇഡലി അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇനി ഈ പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ തന്നെയായിരിക്കും നന്നായിട്ട് വരിക. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഈ ഒരു പുളിവെള്ളത്തിൽ തന്നെയാണ് നമ്മളത് റെഡിയാക്കി എടുക്കണത്. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ. ഈ ഒരു കറി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴായിരിക്കും ഈ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളിൽ നമ്മൾ ഈ ചേർത്ത ആ ഒരു മുളക് പൊടിയും അതൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ ഒരിക്കലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ആ പുളിവെള്ളത്തിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത ആ പുളിയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താട്ടെ. ശർക്കരയുടെ അളവ് ഒരു ചെറിയൊരു കഷ്ണം തന്നെ മതി. അപ്പോൾ നമ്മളെടുക്കുന്ന ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അല്ലെങ്കിൽ ചീകിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീരെ മധുരം ഇഷ്ടമില്ല, കറികളിലൊന്നും മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശർക്കര സ്കിപ്പ് ചെയ്യാട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ വരും കേട്ടോ അതിന്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരണ പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇത് വെന്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി കേട്ടോ. ഇനിയും ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു കറി കേടുകൂടാതെ നമുക്ക് 3-4 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തിടണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കും ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒരു 8-10 ഉലുവയൊക്കെ മതിയാവും കേട്ടോ, ഒരു 2 നുള്ള്. ഉലുവയുടെ അളവ് കൂടിപ്പോണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. അതിനുശേഷം ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവയുടെ പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കണമെങ്കിൽ ഇതിലേക്ക് ചേർക്കണ്ട, നേരിട്ട് ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും പിന്നെ വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ വെളുത്തുള്ളിയുടെ കറി ഉണ്ടല്ലോ, അതിലേക്ക് ഈ വറുത്തെടുത്ത മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള വെളുത്തുള്ളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. 3-4 ദിവസം വരെ നിങ്ങൾക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ദോശയുടെ കൂടിയോ ഇഡ്ഡലിയുടെ കൂടിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കിത് കഴിക്കാനും പറ്റും. വ്യത്യസ്തവും രുചികരവും അതുപോലെ ഒരുപാട് ഗുണങ്ങളുമുള്ള വെളുത്തുള്ളിക്കറി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വെളുത്തുള്ളിക്കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പികളിലൊന്ന് തന്നെയാണ് ഇത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം, മറന്നു പോകരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നും പോകരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.